الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الكرام، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا فقال إنني من المسلمين. صلى الله عليه وسلم. ബഹുമാനരായ സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണം എന്നും എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ നിമിഷങ്ങളാണ് ഇപ്പോൾ അവനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നിമിഷം, ഒടുവിലുള്ള ആരാധനയ്ക്കാണ് ഏറ്റവും പുണ്യമുള്ളത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സമയം. എല്ലാ നിലയ്ക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ജീവിതകാലം മുഴുവൻ പഠിച്ചവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒടുവിൽ എന്ത് പഠിച്ച വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചാൽ അതാണ് അയാളുടെ നിലപാടായി സ്വീകരിക്കുക. അതായത് ഈമാനിൽ തെറ്റിപ്പോയാൽ പിന്നെ ഈമാനില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അവസാനത്തെ അമലുകൾ നന്നാവാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചിരുന്നതായി പണ്ഡിതന്മാരും നേതാക്കന്മാരും സഹാബാക്കളും പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒടുവിൽ വരെ, അതായത് നിലപാടിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുക എന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാല് ഈ സത്യവിശ്വാസ സമൂഹത്തിൽ അത് കാണാത്തൊരവസ്ഥയുണ്ട്. നമ്മളെവിടുത്തെ സ്ത്രീകൾ പൊതുവെ ഈ റമദാനൊക്കെ ആദ്യത്തെ തുടക്കത്തിലൊക്കെ പള്ളികൾ ഭയങ്കര തള്ളായി. ഒരുപാട് ആളുകൾ പള്ളിയിൽ ദുഹറിനൊക്കെ ജുമയേക്കാൾ കൂടുതലാണല്ലോ. അങ്ങനെ പോയി തറാവീഹിനൊക്കെ ഒരുപാട് ആളുകൾ കുറെ പിന്നെ അവസാനം 27 കഴിഞ്ഞാൽ ക്ലോസായി. കാരണം 27 ബമ്പർ. അത് കഴിഞ്ഞ് പിന്നെ അഴിക്കുന്നുള്ളതാണ്. പിന്നെ അങ്ങ് അടിയായി. അതാണ് നമ്മൾ പഠിച്ചത്. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് നേരെ മറിച്ചാണ്. ഏറ്റവും ഒടുവിൽ വരെ അമൽ ചെയ്യുക എന്നതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. ഏറ്റവും ഒടുവിൽ ഇതിനെ
ആളുകളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുന്നതിന് ചില ഹദീസ് കഥകളുണ്ട്. ഒരു ജ്യേഷ്ഠനും ജനിച്ചു. അവരൊരു വീട്ടിലെ മുകളിലും താഴെ താമസിക്കും. അപ്പൊ താഴെ അനുജന് തോന്നിയാസി, മദ്യപാനവും തോന്നിയാസി. ജ്യേഷ്ഠന് മുകളിൽ ഭയങ്കരമായ ബാധിച്ചു, കായും പകലും ബാധിച്ചു. അപ്പോ കുറെ നമ്മൾ പോയപ്പോ രണ്ടാളും ചിന്തിക്കാൻ, അനുജൻ ചിന്തിക്കുകയാണ്, എന്റെ ജ്യേഷ്ഠൻ എത്ര കാര്യമായിട്ടാണ് വിവാദത്തെടുത്ത് കഴിച്ചുകൂട്ടുന്നത്, ഞാനും ഇവിടെ വളരെ മോശമായ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു. ഇതൊന്ന് മാറി എനിക്ക് നന്നാവണം. അപ്പോൾ ജ്യേഷ്ഠന് കണ്ടാലോ എന്നെ ചിന്തിക്കുക. അപ്പോ ജ്യേഷ്ഠൻ ചിന്തിക്കുകയാണ്, ഞാനിവിടെ ആയും പകലും ഭാഗത്തെടുത്ത് ഇങ്ങനെ കഴിഞ്ഞു നോമണ്ടില്ല, എന്തൊരു തോന്നുന്ന സമയം കുഴപ്പമില്ല, നല്ലോണം ജീവിക്കല്ലേ. അപ്പൊ ജീവിതത്തിൽ കുറച്ച് അതൊക്കെ ആവാം, അത് കഴിഞ്ഞിട്ട് പിന്നെ സാലിഹായ മതി എന്ന് അയാൾക്ക് ചിന്ത. അങ്ങനെ ജ്യേഷ്ഠൻ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും, അനുജൻ താഴെ നിന്ന് മുകളിലേക്ക് കയറും. രണ്ടും കൂടി പടിയിൽ ഇടിച്ചു വീഴുന്നതാണ്. രണ്ടാളും മരിച്ചു. അപ്പൊ മലക്കുകൾക്ക് പ്രശ്നമായി, ഇതെങ്ങട്ടാ റോഡ് കൊണ്ടുപോകാൻ. അപ്പൊ ജ്യേഷ്ഠൻ വിവാദത്തെടുത്തവന്റെ റോഡ് നരകത്തിലേക്കും. കാരണം അവന് അത് മതിയാക്കിയിട്ട് മറ്റേതിലേക്ക് പോവാണല്ലോ. മരിച്ചയാളുടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പന ഉണ്ടായിരുന്നതാണ്. മറ്റൊരു പ്രസിദ്ധമായ ഹദീസിലെ കഥ നിങ്ങൾക്ക് അറിയുന്നതാണ്. എന്തിനാണെന്ന് വെച്ചാൽ അത് റസൂൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ഒരു നിലപാടുണ്ടായാൽ അത് അവസാന ശ്വാസം വരെ അതിൽ തന്നെ സത്യത്തിന്റെ നിലപാട് നൽകുന്നു. 99 ആളെ വന്ന ഒരു കഥ എല്ലാവർക്കും അറിയുന്നതാണ്. തൗബ ഉണ്ടാകുന്ന ഒരു പണ്ഡിതനോട് ചോദിച്ചപ്പോ, നിനക്കാ തൗബ ഒരു വെട്ടാണ്ട് 100 ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞ്, ദൂരെ ഒരു നാട്ടിലൊരു പണ്ഡിതനുണ്ട്, അയാളോട് ചോദിച്ചു. അങ്ങനെ ആ നാട്ടിലേക്ക് പോകുമ്പോൾ അയാൾ വഴി വെച്ച് മരിക്കും. അപ്പോ മലക്കുകള് തർക്കായി, സ്വർഗത്തിന്റെ കാക്കുന്ന മലക്കുകളും നരകത്തിന്റെ കാക്കുന്ന മലക്കും എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്. അപ്പൊ അല്ലാഹ് ഇടപെട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് അയാൾ പോകുന്ന സ്ഥലത്തേക്കാണ് അടുത്തുള്ളതായി സ്വർഗത്തിലേക്ക്, അതായത് നന്മ തേടി പോവാണ്. അല്ല, അയാൾ വന്ന സ്ഥലത്തേക്കാണ് അടുത്തേക്ക് നരകത്തിലേക്ക്. അപ്പൊ അളന്നു നോക്കിയപ്പോ ഒരു ചാണ് അയാൾ പോകുന്ന സ്ഥലത്തേക്ക്, അതായത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് അടിച്ചിരിക്കും. നമുക്ക് ഇതൊരുപാട് ആഴങ്ങളുണ്ട് ഈ കഥകൾക്ക്. സംഗതി കഥയാണെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാട് അന്തിമം വരെ സത്യത്തിൽ ഒരു നിലപാടാണെങ്കിൽ അതിൽ തന്നെ അത് ഉറച്ചു നിൽക്കാൻ, എബാത്തെടുക്കാൻ, അത് നമ്മള് അല്ലാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുമ്പോൾ അതിനൊരു താല്പര്യം ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇത് അല്ലാഹ്ക്ക് വേണ്ടി ആരാണ് നോമ്പ് പിടിക്കുന്നത്, നാട്ടുകാർക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടി നോമ്പ് പിടിക്കുന്നത് ആരാണ്. പള്ളിയിൽ നോക്കിയാൽ അറിയാം, അങ്ങാടിയിൽ നോക്കിയാലും അറിയാം. പള്ളിയിൽ ആള് കുറയുക, അങ്ങാടിയിൽ ആൾ കൂടുകയും ചെയ്യും. അങ്ങാടിയിൽ ആള് കുറയും, പള്ളിയിൽ ആൾ കൂടുകയും ചെയ്യുമ്പോഴാണ് സത്യവിശ്വാസത്തിന്റെ ആഴം ഹൃദയത്തിലുണ്ടാവുക എന്ന് റസൂലുള്ളാഹി ഹദീസിൽ മനസ്സിലാക്കാൻ. അപ്പോ വളരെ അവസാന നിമിഷങ്ങളിലുള്ള ഉപ്പ് കടിഞ്ഞു പോകുന്ന ഓരോ നിമിഷവും അനർത്ഥങ്ങളായ നിമിഷങ്ങളാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മഹാസൗഭാഗ്യം. ഒരുപക്ഷെ മുസ്ലിം സമൂഹം ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് പ്രത്യേകമായി നൽകപ്പെട്ടതാണ് ഈ റമദാനിന്റെ ഒടുവിൽ. പ്രത്യേകിച്ച് അതിനൊരു വളരെ പ്രസിദ്ധമായ ഹദീസ്, മൂസാ നബി കലീമുല്ലാഹി മൂസ അല്ലാഹുവിനോട് കൂടി സംസാരിക്കുന്നതാണ്. അപ്പൊ മൂസ അവർക്ക് സംസാരിക്കുമ്പോൾ ചോദിച്ചാൽ, അല്ലാഹുവേ ഞാനും നീയുമായി സംസാരിക്കുമ്പോൾ ഉള്ള ഒരു അടുപ്പുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു അടുപ്പം നിന്റെ ഏതെങ്കിലും ഒരു അടിമയോട് നിനക്കുണ്ടോ എന്ന് വെച്ചിട്ടോ. അല്ലാഹുവിനുണ്ട്. എന്റെ ഒടുവിൽ ഒരു പ്രവാചകൻ ഞാൻ വിടാനുണ്ട്, മുഹമ്മദ്. അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നാം നിർബന്ധമാക്കിയ ഒരു വ്രതാനുഷ്ഠാനമുണ്ട്. ആ വ്രതം അവർ അവസാനിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്, നോമ്പ് തുറക്കുന്ന രംഗം. അന്നേരം നാമും അവരുമായി യാതൊരു മറയും ഉണ്ടായിരിക്കുന്നതല്ല. മൂസ, ഞാനും നീയുമായി സംസാരിക്കുമ്പോൾ 70,000 മറകളുണ്ട് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവാത്ത ഹദീസ്, അല്ലാത്തൊരു ഹദീസ് എന്ന് പറഞ്ഞ അല്ലാഹുമായി വളരെ യാതൊരു മറയുമില്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്ക് കാണാൻ, നമുക്കെന്നല്ല, അല്ല ഭൂമിയിൽ തന്നെ കാണാൻ ശ്രമിച്ച ഭൂമിയില്ലാതെ. കാരണം അല്ലാഹുവിന്റെ പ്രഭ ഈ താങ്ങാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭൂമിയില്ല എന്നുള്ള. അതുകൊണ്ടാണല്ലോ മലയിലേക്ക് അല്ലാഹു തആലയുടെ ഇത് വന്നപ്പോ ജല്ല, അതായത് അല്ലാഹുവിന്റെ പ്രത്യക്ഷപ്പെടൽ എന്ന് പോലും പറയാൻ പറ്റില്ല. മല തകർന്നു പോയതായിട്ട് മൂസാ നബി അലൈഹി സ്വലാമാണ്.
അതിന് കാണാനുള്ള പ്ലാറ്റ്ഫോം, അല്ലാഹുവിനെ ദർശിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കണ്ണുമൊക്കെ ഫിർദൗസിലുണ്ടാവും, സ്വർഗത്തിലുണ്ടാവും. അതുകൊണ്ടാണ് അവിടേക്ക് ആ സംഗതി മാറ്റി വെച്ചത്. ദുനിയാവ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഭൂമിയും ഇതുവഴി പ്രപഞ്ചവും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന മാക്സിമം കപ്പാസിറ്റി, അതിനേക്കാൾ എത്രയോ പവർഫുൾ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു നോട്ടം തന്നെ. അതുപോലെ എനർജി ലെവലിൽ പറഞ്ഞ ഫിസിക്സ് പഠിച്ചവർക്ക് മനസ്സിലാവുക, ഇതെല്ലാ വസ്തുക്കളും എനർജിയിലുണ്ട്. ആ എനർജിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാകും. ആ കപ്പാസിറ്റിക്ക് അപ്പുറം വേറെന്ന് പറഞ്ഞ ഒരു ശക്തി വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്, അതായത് ഒരു ലൈറ്റിന്റെ ഒരു വേരിയേഷൻ, ഒരു പ്രത്യേക തരത്തിലുള്ള ഫോമാണ്. ഒറിജിനൽ നൂറ് അല്ലാഹു നൂറ് സമാവാസി, അല്ലാഹുവിന്റെ പ്രകാശം അള്ളയാണത്. അല്ലാഹുവിനെ കാണുന്നതിനുള്ള തടസ്സവും പ്രകാശം, ഹിജാബു നൂർ. അത് വല്ലാണ്ട് ചിന്തിച്ചാൽ അവിടെ മനസ്സിലാവില്ല, പക്ഷെ നമുക്ക് മനസ്സിലാവും. വല്ലാണ്ട് പ്രകാശം ഉണ്ടായാൽ ഒന്നും കാണാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. അതെല്ലാം പ്രകാശമയമായി നൂറ് സമാവാസത്തിൽ ആ പ്രകാശത്തിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടിരിക്കുന്നു. അന്ധകാരങ്ങളിൽ നിന്ന് അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാനാണ് നമുക്ക് വേദന അറിയിച്ചത്. ഈ ജീവിതത്തിന്റെ അന്ധകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരമില്ലായ്മയും പേടിയും ബേജാറൊക്കെയാണ് ജീവിതത്തിന്റെ. അതിൽ നിന്ന് ശുദ്ധമായ ശുഭ്രമായ വെളിച്ചത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ വ്യസനത്തിൽ നിന്നും സങ്കടത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ആശ്വാസത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകാനാണ് സന്മാർഗ ദിവസം. അത് അവതരിപ്പിക്കേണ്ട മാസമാണ് റമദാൻ. ആ റമദാനെ നിങ്ങൾ ശരിക്കും നല്ലവണ്ണം ഉൾക്കൊള്ളാനാണ് ഈ രീതിയിൽ കുറച്ച് വയറ്റിന് പണിയൊക്കെ കുറച്ച് വെച്ചാൽ തലയുടെ പണി, അതായത് ഹാർട്ടിന്റെ തലയുടെ പണിയൊക്കെ ശരിക്കും ഉള്ള എനർജി മുഴുവനും തിന്നൽ തേപ്പിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം ബ്രെയിൻ സെൽസ് വർക്ക് ചെയ്യാൻ കുറച്ച് എനർജി ഉപയോഗിച്ചാൽ മനുഷ്യന് കൂടുതൽ കൂടുതൽ ചിന്തിക്കാനും ആലോചിക്കാനും പഠിക്കാനും സാധിക്കും. ഒരു ടെക്നിക്, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലേ അറിയാം ശരീരം എങ്ങനെ ഉണ്ടായിരിക്കുന്നത്, മനസ്സിനെങ്ങനെ ഉണ്ടായിരിക്കുന്നത്, എത്ര എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഓരോന്നും നമ്മൾ ഗ്രഹിപ്പിക്കുന്നത്, എത്ര സമയം എനർജി യൂട്ടിലൈസ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അതായത് ശുഭ്രമായ മനസ്സ്, വ്യഥകളില്ലാത്ത മനസ്സ്, ആ മനസ്സിലെ യാഥാർത്ഥ്യത്തിന് സ്ഥാനമുള്ള ബോധ്യം ഉണ്ടാവുക. മറ്റത് ബോധ്യം ഉണ്ടാവില്ല, അത് ഒരു തരം പിരാന്ത് വിളിച്ചതാണ്. ഇനി ന്യൂറോസ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരുപാട് അതും വേണം, ഇതും വേണം, മറ്റതും വേണം, മറിച്ചും വേണം, നേതാവാവണം, പണ്ഡിതനാവണം, മുതലാളിയാവണം, പൈസയും വേണം, ദുനിയാവും വേണം, ആഹ്റവും വേണം, പള്ളിയും വേണം, അതെല്ലാം കൂടെ വാരി കലക്കി നശിപ്പിച്ച് ആകപ്പാടെ ഹൽക്കനാസം നമ്മൾ പറയും. അപ്പൊ അതല്ല വളരെ ശുഭ്രമായ സംസ്കൃതയുക്തമായ മനസ്സ്. ആ മനസ്സിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എന്നറിയലാണ് ഈ നോമ്പും ഈ നിസ്കാരവും ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനത്തിനെയും ഒടുവിൽ എന്താണ് യാഥാർത്ഥ്യം. വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നത് മാത്രമാണ്. അല്ലാഹുവാണ് സംരക്ഷകൻ യാഥാർത്ഥ്യം. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ രക്ഷിതാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. ആരാണ് രക്ഷിതാവ്? നാമാണ് രക്ഷിതാവ്. അത് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് പണ്ട് നമ്മളെ മനസ്സിൽ. അത് ഇവിടെ പ്രായോഗികതയിൽ ഒന്ന് രണ്ടാമത് വിറ്റ്നസ് ചെയ്യുക, അതായത് സാക്ഷ്യം വഹിപ്പിക്കാൻ. ഒന്ന് സർട്ടിഫിക്കേഷൻ തന്നെ സാക്ഷ്യം വഹിക്കലാണ്. അല്ലാഹുവാണ് എന്നുള്ള ഒരു സംഗതി അത് സാക്ഷ്യം വഹിപ്പിക്കുന്നതാണ്. അവന് നമ്മളെ മാത്രമല്ല, റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ, സസ്യലോകങ്ങളുടെ, ജന്തു ലോകങ്ങളുടെ, അതുപോലെ പലതരം ലോകങ്ങളുണ്ട്. ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ലോകാലോകങ്ങൾ വേറെയും ഈ ഭൂമിക്ക് അപ്പുറമുള്ള ലോകം, ഭൗതിക പ്രപഞ്ചത്തിൽ വേറെ ഒരുപാട് ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളെയെല്ലാം റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അർബാബ് എന്ന് പറഞ്ഞ മുതലാളികളാണ്. അത് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി സൂക്ഷിച്ച് വളർത്തി വലുതാക്കി എടുക്കുന്നതാണ്. സ്പോൺസറിനാണ് അർബാബ് എന്ന അറബി ലോകത്തിന് സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അർബാബ് റബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതിയെ പാലിക്കുക, പരിപാലകൻ, അത് സൃഷ്ടിച്ച് സംവിധാനിച്ച് വളർത്തി സംരക്ഷിക്കുക. അപ്പൊ വെറും സംരക്ഷകനല്ല, എല്ലാത്തിനെയും അതിൻ്റെതായ തലത്തിൽ നിർത്തി സംരക്ഷിക്കുക എന്നാണ്. അപ്പൊ റബ്ബുൽ ആലമീനാണ്. റബ്ബ് കുല്ലി ഷൈഇൻ, എല്ലാത്തിന്റെയും സൃഷ്ടാണ്. ഈ വായുവിന്റെ സൃഷ്ടാവനാണ്, വെള്ളത്തിന്റെ സൃഷ്ടാവനാണ്, ഇബ്ലീസിന്റെ സൃഷ്ടാവനാണ്. ദുഃഖം ഒരു സൃഷ്ടിയാണ്, വേദന ഒരു സൃഷ്ടിയാണ്, സന്തോഷം ഒരു സൃഷ്ടിയാണ്. അവനാണ് അതിന്റെ സൃഷ്ടാവ്. റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ സൃഷ്ടാവാണ്. റബ്ബുൽ ഗഫൂറാണ്.
റബ്ബ് റഹീമാണ്. റബ്ബുൽ മശ്രിഖൈനി വൽ മഗ്രിബൈനി, അത് ഉദയസ്ഥാനങ്ങളുടെയും അസ്തമസ്ഥാനങ്ങളുടെയും സൃഷ്ടാവാണ്. ചന്ദ്രന്റെ സൃഷ്ടാവാണ്, സൂര്യന്റെ സൃഷ്ടാവാണ്, ഈ മലകളുടെ സൃഷ്ടാവാണ്, പുഴകളുടെ സൃഷ്ടാവാണ്. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കത് ബോധ്യമാണ്. നമുക്കെന്താ വേണ്ടത്? സംരക്ഷണം. ഒരാളിന് എന്താ വേണ്ടത്? സംരക്ഷണം. നമ്മള് സംരക്ഷണം ഉണ്ടെങ്കിലേ നിൽക്കൂ എന്നതാണ് നമ്മുടെ ജീവന്റെ മെസ്സേജ്. പ്രസവിച്ചാൽ എടുക്കണമല്ലോ, സ്വന്തം നടക്കില്ലല്ലോ. മരിച്ചാലോ അപ്പോഴും എടുക്കണം. എന്നാലോചിച്ചൊക്കെ, ജനിച്ചാലും എടുക്കണം, മരിച്ചാലും എടുക്കണം. മൃഗത്തിന് അങ്ങനെയുണ്ട്. മൃഗത്തിന് ഒരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് പാലിച്ചോളൂ, ആരുമില്ല എഴുന്നേറ്റ് പാലിക്കും. പക്ഷെ മനുഷ്യ കുഞ്ഞിന് എഴുന്നേറ്റ് പാൽ പിടിക്കുന്ന ആർക്കറിയാം, മനുഷ്യ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ മനുഷ്യനെ പ്രസവിച്ചിട്ടാലും എടുക്കണം, മരിച്ചാലും എടുക്കണം. പ്രസവിക്കുമ്പോൾ ഒരാളെടുക്കാൻ മതി, മരിക്കുമ്പോൾ നാലാളെടുക്കാം, ആള് കുടിക്കും. അതിന് ഈ ജനനത്തിന്റെ മറ്റുള്ളവർ താങ്ങിയെങ്കിൽ മാത്രം നിൽക്കാൻ പറ്റുന്ന ഒരു ജന്തു ഞാൻ എന്നാണ് പറഞ്ഞിട്ട് വരുന്നത്. എന്നിട്ട് ഇതിന്റെ ഇടയിൽ വന്നിട്ട് നമ്മൾ വലിയ ആളാണ്, മറ്റന്നാണ്, മറിച്ചാണ് പറഞ്ഞ് ഭയങ്കര പ്രഖ്യാപനമായി. അത് കുറച്ച് പൂവത്ത് കിട്ടുമ്പോ പടച്ചോനെ മറന്നോണ്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണം അനിവാര്യമാണ്. അപ്പൊ നമ്മുടെ സംരക്ഷകന് എല്ലാം അറിയണം, സർവശക്തി ഉണ്ടാവണം, കഴിവുണ്ടാവണം, ശേഷി ഉണ്ടാവണം, കാരുണ്യം ഉണ്ടാവണം, നീതി ഉണ്ടാവണം, നമ്മളെ സംരക്ഷിക്കുന്ന ഉറപ്പും വേണം, നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. വളരെ ക്ലിയർ ആയിട്ട് സംഗതികളൊക്കെ പറയാം. നിങ്ങൾക്ക് സംരക്ഷകനെയാണോ വേണ്ടത്? നാം ആണ് നിങ്ങളെ സംരക്ഷകൻ. നമുക്ക് എല്ലാം അറിയും. നീ ആരെന്നറിയും, നിന്റെ വാപ്പാരെന്നറിയും, നീ എവിടെ നിന്ന് വന്നെന്നറിയും, നിന്റെ ആവശ്യം എന്താണെന്നറിയും, നിന്റെ തലച്ചോറ ഞരമ്പുകളിലൂടെ ഓടുന്ന രക്തത്തിന്റെ സ്വഭാവത്തെ കുറിച്ചറിയും, നിനക്ക് എന്ന് രോഗം വരുമെന്നറിയും, എന്ന് നീ വീഴുമെന്നറിയും, എന്ന് നീ അടിയുണ്ടാക്കുമെന്നറിയും, എന്ന് നീ കുഴപ്പമുണ്ടാക്കും. എല്ലാ സംഗതികളും ഞാൻ എല്ലാം കാണുന്നവനാണ്. അപ്പൊ അല്ലാഹുവാണ് സംരക്ഷകൻ. അല്ലാഹുറപ്പും, നിങ്ങളെ രക്ഷിതാവായി ഈ പറഞ്ഞ തമ്പുരാനാണ്. ഖാലിഖ് കുല്ലി ഷൈ, എല്ലാം സൃഷ്ടിച്ചവനാണ്. അപ്പൊ നമ്മളോട് പറയാൻ ഇവിടെ കുറേ സംഗതികളുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്വന്തം ഉണ്ടാവൂല, നമ്മളുണ്ടാവില്ല, നമുക്കുണ്ടാവില്ല, നമ്മളിൽ നിന്നും ഉണ്ടാവില്ല. ഓ, നമ്മൾ സ്വന്തം ഉണ്ടാവില്ല, നമുക്ക് സ്വന്തം ഒന്നും ഉണ്ടാവില്ല, നമ്മളിൽ നിന്നും ഒന്നും ഉണ്ടാവില്ല. ഇതിനൊക്കെ അല്ലാഹുവിന്റെ കൺട്രോൾ ഉണ്ട്. അപ്പൊ ഓരോരുത്തരിൽ നിന്ന് എന്ത് എപ്പോ എങ്ങനെ സംഭവിക്കണം എന്നത് അല്ലാഹു തആല നിശ്ചയിച്ച് തീരുമാനിക്കണം. ഈ റബ്ബാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത് നിങ്ങളെ നേർമാർഗത്തിലാക്കാനുള്ള ഉത്തരവാദിത്തം. ഇന്ന അലൈനാ ലൽഹുദാ, അതായത് അലല്ലാഹി ഖസ്ദുസ് സബീൽ, അല്ലാഹുവിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാഹു മനുഷ്യനെ മാർഗത്തിലാക്കുക, സന്മാർഗത്തിലാക്കുക എന്നുള്ളത്. എന്നിട്ടോ വയഹ്ദി ഇലൈഹി മൻ അനാബ്, അവനിലേക്ക് മടങ്ങുന്നവരെ അവനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു എന്ന ഈ യാഥാർത്ഥ്യം സൃഷ്ടാവാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് ചെല്ലുന്നവരെ അവനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും. അല്ല വഴിയെറ്റിക്കും. ആരെയാണ്? ധർമ്മധികാരികളെ വഴിതെറ്റിക്കും. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും അധർമ്മം പ്രവർത്തിക്കാൻ നടക്കുന്ന കുറെ മനുഷ്യരുടെ അവരല്ല വഴിതെറ്റിക്കുന്നതാണ്. നമ്മൾ തെറ്റിദ്ധരിക്കണ്ട. അതായത് അത് തന്നെയാണ് വഴിനേടിലാക്കണതും വഴിയിലാക്കണം. അപ്പൊ ആരെ വഴിയിലാക്കും? അവനിലേക്ക് ചെല്ലുന്നവരെ. അവനിലേക്ക് ചെല്ലാൻ ഏറ്റവും നല്ല സന്ദർഭങ്ങൾ നിങ്ങൾ 5 നേരം വരും, റമദാനിൽ വരും, ഹജ്ജിന്റെ സമയത്ത് വരും, റമദാനിന്റെ ഒടുവിലത്തെ ദിവസങ്ങളിൽ, നോമ്പ് തുറക്കുന്നത്. നിങ്ങളിങ്ങനെ നിരന്തരമായി എന്നോട് വന്നുകൊണ്ടിരിക്കൂ, ചോദിച്ചുകൊണ്ടിരിക്കൂ, ഞാൻ തന്നോട്ടില്ല. ആരെങ്കിലും ഒരു ചാണെടുത്താൽ ഞാൻ ഒരു മഴ എടുക്കും, ആരെങ്കിലും ഒരു മഴ എടുത്താൽ ഞാനൊരു വാലാട്ടം, ആരെങ്കിലും ഒരു വാഴ മഴത്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വരും. ആരെങ്കിലും എന്നോട് നടന്നു വന്നാൽ ഞാൻ ഓടിച്ചെല്ലും, ഞാൻ അവനോട് ഓടിച്ചു. അല്ലങ്ങോട് ഓടിക്കൊണ്ടവരൊന്നും അല്ലല്ലോ പറഞ്ഞത്. അതിന്റെ സെൻസ് നമുക്ക് ബുദ്ധിയുള്ളവർ മനസ്സിലാവും. ആരെങ്കിലും അല്ലാഹുവിലേക്ക് നടന്നു ചെല്ലാൻ ശ്രമിച്ചാൽ അല്ലാഹ് അവനിലേക്ക് ഓടിച്ചെല്ലും. ഈ അല്ലാഹ് നമ്മളോട് പറയും, നിങ്ങൾ ഓടിച്ചെല്ലുക ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ പാപമോചനത്തിലേക്ക് ഓടിച്ചെല്ലുക. അപ്പൊ അത് എങ്ങനെ വരും എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ നടന്നു എന്നാൽ അത് ഓടി വരുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ട്, ഹദീസിൽ പറഞ്ഞിട്ട്, ഖുർആനിൽ അത് പറഞ്ഞു, നിങ്ങൾ ഓടിച്ചെല്ലുക. അപ്പൊ അല്ലാഹ് അവനോട് ഓടിച്ചെല്ലാൻ, അതായത് ഒരു ഉമ്മയെ കാണുമ്പോ, വാപ്പയെ കാണുമ്പോ, ബന്ധുവിനെ കാണുമ്പോ ഓടിയെടുക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രങ്ങൾ നോക്കാം. സ്നേഹത്തിന്റെ, അത് വാരിപ്പണരുന്ന ഒരു മാതാവിന്റെ, ഒരു പിതാവിന്റെ ചിത്രം. അതാണ് ഇവിടെ ആ ആയത്തിലൂടെ നമ്മളോട് അല്ലാഹു തആല വരച്ചു കാണിക്കുന്നത്.
നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കാണും. നമ്മൾ നോമ്പനുഷ്ഠിക്കുമ്പോൾ, നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ, അതുപോലെ നല്ല വാക്ക് പറയുമ്പോൾ, നന്മ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ സദഖ കൊടുക്കുമ്പോൾ, നമ്മൾ രോഗിയെ സഹായിക്കുമ്പോൾ, മറ്റുള്ളവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമ്മൾ അല്ലാഹുവിലേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ഈ അല്ലാഹു പറയുന്നു ഹഖ്ഖൻ അലൈനാ നൻജിൽ മുഅ്മിനീൻ. ഈ സത്യവിശ്വാസിന് എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ അവനെ രക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അതിൽ വിശ്വാസം ഉണ്ടോ മാത്രമേ പ്രശ്നമുള്ളൂ. അതായത് സത്യവിശ്വാസികളെ സഹായിക്കല് നമ്മുടെ ബാധ്യതയായിട്ട് നാം എടുത്തിട്ടുണ്ട്. അപ്പൊ അല്ല കൃത്യമായി പറഞ്ഞു, മാർഗദർശനം നാം കാണിക്കും, നമ്മളിലേക്ക് മടങ്ങുന്നവരെ നമ്മിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. അവരെ രക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവരെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇനി എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഇന്നല്ലാഹു യുദാഫിഉ അനിൽ ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു തആല പ്രതിരോധിക്കുന്നതാണ്. ഇത്ര വളരെ വലിയ ഒരു സെക്യൂരിറ്റിയെ കുറിച്ച്, സംരക്ഷണത്തെ കുറിച്ച്, ഗാർഡിയൻഷിപ്പിനെ കുറിച്ച് എവിടെയാണ്, ആർക്കാണ് വാഗ്ദാനം ലഭിക്കുക? എവിടെ നിന്നാണ് വാഗ്ദാനം ലഭിക്കുക? ഹയ്യുൽ ഖയ്യൂം, ഒരിക്കലും മരിക്കാത്ത രക്ഷിതാവ്, എന്നും നിലനിൽക്കുന്ന രക്ഷിതാവാണ്. ഈ തമ്പുരാനാണ് നമുക്ക് ഈ പറയുന്നത്, നമുക്ക് ഈ വാഗ്ദാനങ്ങൾ ചെയ്യുന്നത്. ആ തമ്പുരാൻ, ആ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് ആരെങ്കിലും പ്രഖ്യാപിക്കുകയും അത് ഉറച്ചു നിൽക്കുകയും ചെയ്താൽ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു തുമ്മ ഇസ്തഖാമൂ, അതിലങ്ങനെ ജീവിതത്തിൽ ഉറച്ചെന്നാൽ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുൻതും തുഅദൂൻ. നിങ്ങൾക്കതാ സ്വർഗം, അതാണ് നിങ്ങൾക്ക് വാഗ്ദാനം, അതിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് സന്തോഷ വാർത്ത അറിയിക്കും നമ്മളെ. അല്ലാഹു തആലയുടെ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അതിന് മാലാഖമാരുടെ ആകാശലോകത്തിൽ നമ്മിലേക്ക് ഇറങ്ങി വരും. അത് ഫീൽ ചെയ്യുന്നതാണ്, കേട്ട് കളഞ്ഞാൽ പോരാ. മാലാഖമാര് നമ്മൾ ഒറ്റയ്ക്കിരിക്കുകയാണ്, അല്ലാഹുമായിട്ടുള്ള ഒരു മുലാഖാത്തിലാണ്. മാലാഖമാര് നമ്മുടെ അടുത്ത് വന്നു എന്നുള്ളത് വട്ടുപിടിക്കാനെല്ലാം പറഞ്ഞു. മാലാഖമാര് വന്നു എന്നുള്ളത് ഫീൽ ചെയ്യും. അത് അവർ നിങ്ങളാണ് നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ. അതായത് വികാരങ്ങളെ നിയന്ത്രിക്കാനും വിചാരങ്ങളെ നിയന്ത്രിക്കാനും ചിന്തകൾ നൽകാനും ആശയവും നൽകാനും ഭാഷ നൽകാനും എഴുന്നേറ്റ് നടക്കാനും കാണിച്ചു തരാനും ഒക്കെ മലക്കുകളുടെ സഹായം ഉണ്ടാകും. അങ്ങനെ മലക്കുകളുടെ അകമ്പടിയോടി ഓരോ രോമകോപവും ഓരോ ഞരമ്പുകളും പ്രവർത്തിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ഉന്നതമായ സ്ഥാനം ആലോചിച്ചു. അവർ ഈ ഭൗതിക ജീവിതത്തിന്റെ എന്തെങ്കിലും ചെറിയ ചില്ലറ ചെലവയിലേക്കൊന്നും അങ്ങനെ ആർത്തിയോടെ നോക്കൂല. ആവശ്യത്തിലുള്ളതൊക്കെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്. തതനസ്സലു അലൈഹിം, ആരാ പറഞ്ഞത്? അല്ലാഹു പറഞ്ഞു. തതനസ്സലു അലൈഹിമുൽ മലായിക ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. രണ്ട് കാര്യമാണ് ആകെ പ്രശ്നം, ദുഃഖവും പേടിയും. എന്താണ് സംഭവിക്കുക എന്നുള്ള മനുഷ്യന്റെ പേടി, പിന്നെ വരുന്ന ദുഃഖം. ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് ആവശ്യമില്ല. നഹ്നു ഔലിയാഉക്കും, അല്ലാഹുവിന്റെ മാലാഖമാര് പറയാണ്, സ്വന്തം നിലയിൽ അല്ലാഹ് പറഞ്ഞിട്ട് പറയാ, ഞങ്ങളാണ് കാര്യങ്ങൾ ചെയ്യണത്, കൈകാര്യകർത്താണ്. നീ വെള്ളി പോകണം, നിങ്ങളെ കൂടെ ഉണ്ടാവും, നിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാവും. നീ അങ്ങാടി ഇറങ്ങണോ, ഞാൻ കൂടെ ഉണ്ടാവും. നീ കടയിറങ്ങുന്നോ, നീ പൈസ എടുത്ത് പോയി കയ്യിൽ വെക്കുന്നോ, നീ പേഴ്സ് എടുത്ത് കയ്യിൽ വെക്കുന്നോ, നീ ബസ്സിൽ കയറുന്നോ, നിന്റെ കാല് പോകുമ്പോ കാലം വീഴാതിരിക്കാൻ ഞങ്ങളുടെ സഹായം ഉണ്ടാവുമോ. ഞങ്ങൾ ഇത് നമുക്ക് ബോധ്യമാണോ എന്നുള്ളതാണ്. ഈ രക്ഷിതാവ് വാഗ്ദാനം ചെയ്യുന്ന ഈ മഹത്തായ സൗഭാഗ്യത്തെ കുറിച്ച് ബോധ്യമാവാൻ കുറച്ചൊന്ന് പട്ടിണിയിരുന്ന് ഉപവസിച്ച് ചിന്തിച്ച് ആലോചിച്ച് പഠിക്കുമ്പോൾ മനുഷ്യന്മാരെ എങ്ങനെ മനസ്സിലാവും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പ്രവാചകന്മാരെ പട്ടിണിക്കിരുത്തി ഞാൻ പഠിപ്പിച്ചതാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിലൂടെ നമുക്ക് ആശ്രയിച്ചു. മൂസ നബി ആയാലും മുഹമ്മദ് നബി ആയാലും ഇത്തരം ആശയങ്ങൾ പഠിപ്പിക്കാൻ, ഒന്ന് ചിന്തിക്കാൻ ഇങ്ങനെ ഭൗതികമായി വല്ലാണ്ട് അതിൽ കണ്ടു കളിച്ചാൽ പറ്റില്ല. അതുകൊണ്ട് നൊഴിഞ്ഞിരുന്ന് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഒഴിഞ്ഞിരുന്ന് ആലോചിച്ചാൽ ഇതൊക്കെ നിനക്ക് മനസ്സിലാവും. അതിന്റെ ഒരു മാസം അങ്ങനെ സപ്ലൈ ചെയ്തിട്ട് അത് നിർബന്ധമായി ചില ചട്ടവട്ടങ്ങൾ വെച്ച് നിർബന്ധാക്കിനെ ആരും ചെയ്യില്ല. നിസ്കാരം വെറുതാക്കില്ലേ ആരെങ്കിലും പള്ളി, നോമ്പ് വെറുതാക്കില്ലേ ആരെങ്കിലും വെള്ളം പിടിച്ചാൽ കുറച്ചാളുകൾ ഉണ്ടാവും. അപ്പൊ എന്തിനാണ് ഫർദാക്കിയത്? അതിന് ഷർത്തുകൾ വെച്ചത് നിർബന്ധമാണ്. ഇല്ലാത്ത മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അല്ലാഹു കാരുണ്യവാനായതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ എന്നിട്ട് അടുത്തുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ട് പറയാ, അവിടെ ഇതൊക്കെ വലകും ഫിഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫിഹാ മാ തദ്ഉൻ,
നിങ്ങൾക്ക് അവിടെ ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. അവിടെ ആണിന് പെണ്ണ് കൊടുക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു സംശയം. അപ്പൊ ഹൂറിയുടെ കാര്യം മാത്രം പറഞ്ഞു, ഹൂറന്മാരുടെ കാര്യം പറഞ്ഞില്ല. നിങ്ങൾ സാധാരണ പരലോകമൊക്കെ പറയുന്ന ക്ലാസ്സിലൊക്കെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടിയില്ല, മാതൃശാവും എന്താശിച്ചാലും അവിടെ കിട്ടും. ഇനി അധികം വേണോ, അതായത് അങ്ങേയറ്റം പൊറുക്കുന്ന കാരുണ്യവാന്റെ ഒരു സൽക്കാരമാണത്. ഏറ്റവും പൊറുക്കുന്ന കാരുണ്യവാന്റെ സൽക്കാരത്തിന് പോകാനുള്ള ഒരുക്കമാണ് ഈ റമദാന്റെ അന്ത്യ നിമിഷങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു ബോധം നമുക്കുണ്ടാവണം. ശരിക്കും അങ്ങനൊരു ബോധം ഉണ്ടായാൽ ഈ നോമ്പിൽ അർത്ഥമുണ്ടായി, ഈ നിസ്കാരത്തിന് അർത്ഥമുണ്ടായി, ഇവിടുത്തെ സദത്തിന് അർത്ഥമുണ്ടായി, ഇവിടുത്തെ നടത്തത്തിന് അർത്ഥമുണ്ടായി. അത് വളരെ ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കും. വിവിധങ്ങളായ ഈ പ്രകൃതിയിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്ന്, അതുപോലെ മനുഷ്യ ശരീരത്തിൽ നിന്ന്, അവന്റെ സെല്ലുകളുടെ അകത്തളങ്ങളിൽ നിന്ന് ഒരുപാട് ഗവേഷണ സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ പോലും മനസ്സിലാവാത്ത രീതിയിൽ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒരുപാട് രഹസ്യങ്ങൾ അടുക്കി കെട്ടി വെച്ചിട്ടാണ് നമ്മുടെ ശരീരം ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതും മനുഷ്യൻ ഇപ്പൊ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. ഇനിയോ ജീവിത അവസാനം വരെ വിചാരിച്ചാലും കണ്ടെത്താനാവാത്ത ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെ ശരീരത്തിന്റെ ഓരോ ചലനങ്ങളെയും, ഈ ഭൂമിയുടെ ചലനങ്ങളെയും, നക്ഷത്രങ്ങളുടെ ചലനങ്ങളെയും, പുഴയുടെയും മലയുടെയും ചലനങ്ങളെയും, കാറ്റുകളുടെ ഗതിയെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നീ ഇതൊക്കെ കാണുന്നില്ലേ? ഇതൊക്കെ വളരെ ആസൂത്രിതമായി ബുദ്ധിപൂർവം ഇതൊക്കെ സംവിധാനിച്ച് ക്രമീകരിച്ച് സംരക്ഷിക്കുന്നത് നിനക്ക് വേണ്ടിയാട്ടോ മനുഷ്യ, നിനക്ക് വേണ്ടിയാണ്, നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഈ മഹാപ്രപഞ്ചം നമുക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. മനുഷ്യൻ അല്ലാഹുവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വേണ്ടിയാണ്. ഇത്ര മഹോന്നതനാണ് മനുഷ്യൻ. ആ മനുഷ്യനെയാണ് അവന്റെ നിലനിൽക്കുമ്പോ അല്ലാഹു തആല മൃഗമാണ്, നായാണ് എന്നൊക്കെ പറഞ്ഞു. നായാണ്, അതുപോലിരിക്കുന്ന നായാണ് മനുഷ്യനെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. നന്ദിയില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? അവൻ ഈ യാഥാർത്ഥ്യം കൈ വിടുമ്പോഴാണ്ടാവുന്ന അവസ്ഥയാണ്. അപ്പൊ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളയാണ് ഞങ്ങളുടെ രക്ഷിതാവ്, എന്ത് വന്നാലും അവൾ സഹായിച്ചോളും എന്നുള്ളത് അതിനകത്ത് ഓരോരുത്തരും ഉറച്ചു നിൽക്കാൻ, അവന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ, അവന്റെ ശരീരത്തിന് അതിന് പ്രവർത്തനത്തിന് വേണ്ടി സജ്ജമാക്കാൻ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അത് മനസ്സും ശരീരവും പരിശുദ്ധമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസാന നിമിഷങ്ങളിൽ ഏറ്റവും ഭംഗിയായി പ്രയോജനപ്പെടുത്തി ലക്ഷ്യം നേടാൻ ശ്രമിക്കുക. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصينا كما اثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. ايها الاخوه الاحبه اوصيكم واياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളെപ്പോഴും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത് അവസാനിക്കുകയാണ്. സത്യവിശ്വാസിയുടെ മനസ്സിന് തീർച്ചയായിട്ടും വേദന, ഒരു പ്രയാസം ഉണ്ടാക്കിക്കൊണ്ടേ റമദാൻ പോകും. അങ്ങനെയാണ് അതിൻ്റെ നമ്മളുമായിട്ട് ഭയങ്കരമായ എന്തോ ഒരു ജീവനുള്ള സുഹൃത്ത് വീട്ടിൽ വിരുന്നു വന്ന് താമസിച്ചതുപോലെയാണ് ഓരോ സത്യവിശ്വാസിയും ഫീൽ ചെയ്യുന്നത്. റമദാനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആദരണീയനായ ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സുഹൃത്ത് വീട്ടിൽ വന്ന് ഒരു മാസം നമ്മളുടെ കൂടെ താമസിച്ചു പോവുകയാണ്. പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം അനുഭവപ്പെടുന്നു. അങ്ങനെ പ്രയാസം അനുഭവപ്പെട്ടാൽ മനസ്സിലാക്കണം, അതിന്റെ ആത്മാവുമായിട്ട് നമുക്ക് ഇഴുകിച്ചേരാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിന് നമുക്ക് മറക്കാതിരിക്കാനും വർഷം മുഴുവൻ അതിന്റെ ചൈതന്യം നിലനിർത്താനും ചെറിയ ഹിക്മത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ സാമ റമളാന ثم അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ കാന കസിയാമു ദഹർ. ആരെങ്കിലും റമളാൻ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് അതായത് ശവ്വാലിൽ ഒരു 6 നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്താൽ അവൻ വർഷം മുഴുവൻ നോമ്പനുഷ്ഠിച്ചതിനെ പോലെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണക്ക് പറഞ്ഞു കൊടുത്തതായി. ഒന്നിൽ 35 അല്ലെങ്കിൽ 36 അങ്ങനെയല്ല, 29 അല്ലെങ്കിൽ 30 ആണ് സാധാരണ നിലയിൽ വരുന്നത്. അപ്പൊ ഒരാൾ 36 ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ ഒന്നിന് 10 കൂലി മിനിമം. അപ്പൊ 360 354 മതി.
350 360 ദിവസം. ഇനി അതല്ലെങ്കിലോ അപ്പൊ ഒരു 6 നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ 36 ദിവസം, 34 ദിവസം. 36 ദിവസത്തിന്റെ ഏറ്റവും മിനിമം കൂലി 360 ദിവസത്തിന്റെ ചൈതന്യ കൂലിയാണ്. അപ്പോൾ 6 ദിവസത്തെ ആ നോമ്പ് കൂടി നമ്മൾ അനുഷ്ഠിക്കുക. അത് ഷവ്വാലിൽ ഒട്ടെല്ലാം പിറ്റേന്ന് തന്നെ ചെയ്യണമെന്നില്ല, അതാണ് അഫ്ദൽ എന്ന് പണ്ഡിതന്മാര്. ഷവ്വാൽ തീരുന്നതിന് മുമ്പ് പിടിച്ചു പിടിക്കാറുണ്ട്. 6 നോമ്പും കൂടെ അനുഷ്ഠിക്കുന്നവന് അങ്ങനെ ഒരു വമ്പൻ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് അബൂ അയ്യൂബിൽ അൻസാരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സഹിയായ ഒരു ഹദീസിൽ മുസ്ലിമിൽ കാണാൻ സാധിക്കും. ഹദീസ് കളികളെ പറ്റിയ ഹദീസല്ല. അപ്പൊ ഒരു 6 നോമ്പ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയാം. ഹുർമത്താണെന്നാണ് ഈ മലബാറിൽ ഇതിനെ കുറിച്ച് പറയാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പാടത്ത് ഞാൻ ജനിച്ച സ്ഥലത്തൊക്കെ 6 നോമ്പ് അപ്പൊ ഇവിടെ ഹുർമത്താണെന്ന് പറയും. അപ്പൊ പല സംഗതികളും ഈ വിവാഹം അതുപോലുള്ള സംഗതികളൊക്കെ ആ സമയത്ത് മാറ്റിവെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നടത്തുന്ന ഒരു അങ്ങനെ നിയമമൊന്നുമില്ല. പക്ഷെ ആദരവ്, ഒരു ബഹുമാനത്തിന്റെ ആദരവ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കുക, 6 നോമ്പ് അനുഷ്ഠിക്കാനും ശ്രമിക്കുക. തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ്. അത് പിന്നെ റമദാൻ കഴിഞ്ഞിട്ട് ഈ അമലുകളെല്ലാം പുറത്തിലായി കളയണ പണി ചെയ്യും. നോമ്പ് മുഴുവനും നോമ്പ് വിളിച്ചിട്ട് പെരുന്നാളിൽ അന്ന് മറ്റിടത്ത് പോയിട്ട് റോഡിൽ കിടക്കുന്ന ചില ആളുകളെയൊക്കെ ഞാൻ ചെറുപ്പകാലത്ത് കണ്ടിട്ടുണ്ട്. പെരുന്നാൾ ആഘോഷിച്ചിട്ട് ഒരു പള്ളിയിൽ പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ റോഡിലാണ്, പിന്നെ പോലീസ് വന്നിട്ടുണ്ട്. ഇവിടെ മലബാർ വന്ന ശേഷം അങ്ങനെ ചില സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ അത് നോമ്പോ അല്ല, എനിക്ക് ബന്ധമില്ല, വേറെന്തോ പോവാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നോമ്പുകാരെ കൂട്ടത്തിൽ നിന്നാണ് നമ്മള് വേണ്ടാന്ന് ഉപേക്ഷിച്ച ചില സ്വഭാവങ്ങളുണ്ട്. അതൊക്കെ വേണ്ടാന്ന് തന്നെ അപേക്ഷിക്കും. സൂക്ഷ്മത അതിങ്ങനെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക സ്വന്തം മനസ്സിന്. ഇവിടെ ചെയ്ത് കിട്ടിയ അമലിന്റെ കൂലി ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുത്തികളായിരിക്കും. അപ്പൊ അതിനുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രക്ഷിതാവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒരുപാട് വിശദീകരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഭവങ്ങളും ആരോഗ്യവും തരുന്നത് അല്ലാഹുവാണ്. നീ പറഞ്ഞത് ഇന്ന് ആളുകൾ വിഭവങ്ങള് കൂട്ടിക്കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതുപോലെ തന്നെ സൃഷ്ടിച്ചതവനാണ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ, മാർഗദർശനം ചെയ്യുന്നതും തന്നെയാണ്. വല്ലദീ യുത്ഇമുനി വയുസ്കീൻ, കുടിപ്പിക്കുന്നതവനാണ്, തീറ്റിപ്പിക്കുന്നതവനാണ്. അതുകൊണ്ടല്ലേ നമ്മള് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ എന്ന് പറയാൻ പറഞ്ഞത്. എന്നെ കുടിപ്പിക്കുകയും തീറ്റിക്കുകയും ചെയ്ത, എന്നെ മുസ്ലിമാക്കുകയും ചെയ്ത നിനക്ക് നന്ദി എന്ന് പറയാൻ പറഞ്ഞു. ഇനി രോഗിയായാലും ശിഫിയാക്കണോ അത് തന്നെയാണ്. അത് പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കായത്. രോഗിയായാലും ശിഫിയാക്കണം. അവരെ പറഞ്ഞു രോഗിയാൽ സ്വന്തം ഒരു ലക്ഷം ഡോക്ടറെ കണ്ടല്ല, ഡോക്ടർക്ക് ശിഫിയാക്കാൻ പറ്റില്ല, മരുന്നിനും ശിഫിയാക്കാൻ പറ്റില്ല. ആളുകൾ അവർ തെറ്റായ കാരണം ഉണ്ട് ഈ മരുന്നിനും ശിഫിയാക്കില്ല. ഒരു മാറ്ററിന്റെ പേരിൽ കയറി പ്രവർത്തിക്കാനുള്ള അനുമതി എന്താ തരുന്നത്? മെറ്റീരിയൽസ് ആണല്ലേ കൊടുക്കുന്നത്, ടാബ്ലറ്റ് ആയാലും മെഡിസിൻ ആയാലും ഇഞ്ചക്ഷൻ ആയാലും എന്തായാലും ഓർമ്മിച്ചിരുന്നു. അത് എങ്ങനെ ഫങ്ഷൻ ചെയ്യണത് എന്നുള്ളത് ഈ പോകണമെന്നും അറിയില്ല, ഉള്ളിൽ പോകണമെന്നും അറിയില്ല. അതൊക്കെ ഭയങ്കരമായ സംഭവങ്ങളാണ്. അതിനെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ആ രോഗത്തിന്റെ അവസ്ഥയെ മാറ്റിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള. മരുന്ന് കൊണ്ടും കുറയ്ക്കും, മരുന്നില്ലാതെ മാറ്റും, പല കോലത്തിൽ അല്ലാതെ. അതുകൊണ്ട് നീ പറയുമ്പോ അങ്ങനെ പറയാനാണ് ഇബ്രാഹിം നബി എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ വല്ലദീ, അതായത് എന്നെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവന് തന്നെയാണ്. വല്ലദീ അത്മഉ അൻ അഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ, എന്റെ തെറ്റുകൾ പുറത്തു തരുമെന്ന് ഞാൻ വലിയ പ്രതീക്ഷ വെക്കുന്നതും അവനിൽ തന്നെയാണ് എന്ന് നീ പറയാ. റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, ഒടുവിൽ നീ പറയണം നീ എനിക്ക് തത്വജ്ഞാനം, വിവരം, ബോധവും തരണം, എന്നിട്ട് നീ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണം എന്നൊക്കെ രക്ഷിതാവിനെ ഓർത്തുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പല സ്ഥലത്തും ഖുർആനിൽ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പൊ അത് അല്ലാഹുവിന്റെ അടുത്ത് മാത്രമേ എല്ലാത്തിനും പരിഹാരമുള്ളൂ എന്ന ഒരു ദൃഢമായ ഒരു ബോധ്യം മനസ്സിനുണ്ടാവുകയും അതിൽ ഉറക്കെ പിടിച്ചു നിൽക്കാൻ മനസ്സിന്
അതായത് അതിലാണ് പിടിച്ചു നിൽക്കുക. അതായത് അത് ആ കയർ പൊട്ടാത്ത കയറാണ്, ആ പാശം പൊട്ടാത്ത പാശമാണ് എന്നുള്ള ഒരു ബോധത്തോട് പിടിച്ചിരിക്കുന്നവർക്ക് മനസ്സിനെ അല്ലാഹു തആല നയിച്ച് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അങ്ങനെ പോകുന്ന രക്ഷപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വരിമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم أرضنا أبو بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين عن بقية أصحاب رسول الله أجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും ചെറുപാടുകളും തെറ്റുകുറ്റങ്ങളും നീ പുറത്തുമാകാൻ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, പുസ്തകന്മാർ, സുഹൃത്തുക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും നീ പുറത്തുമാകാൻ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറുകളെ സ്വർഗ പൂങ്കാവനങ്ങൾ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്നെ യഥാവിധി മനസ്സിലാക്കാനും നീയാണ് ആദ്യത്തെയും അവസാനത്തെയും അവലംബം എന്ന് ബോധ്യത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ അറിവ് വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളിലുള്ള രോഗങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കൊണ്ട് വ്യസനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും വേദനകളുടെ ആഴം നീയാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. കാരുണ്യവാനായ തമ്പുരാനെ, അവർക്ക് എല്ലാവർക്കും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് തമ്പുരാനെ നീ ആശ്വാസവും സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ കുറവുകളെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ. വേദന കൊണ്ട് നിലവിളിക്കുന്ന, പ്രയാസം കൊണ്ട് നിലവിളിക്കുന്ന, ആഹാരമില്ലാതെ നിലവിളിക്കുന്ന, ആ വസ്ത്രമില്ലാതെ നിലവിളിക്കുന്ന, അതുപോലെ കിടക്കാൻ ഇടമില്ലാതെ നിലവിളിക്കുന്ന ലക്ഷങ്ങൾ ലോകത്തുണ്ട്. അഭയാർത്ഥികളായി ഒരു പിടുത്തവുമില്ലാതെ ഇങ്ങനെ മാഞ്ഞു നടക്കുന്ന നിന്റെ അടിമകൾ നാഥാ, നീ അവരോട് കാരുണ്യം കാണിക്കണേ തമ്പുരാനെ. സിറിയയിലെ അഭയാർത്ഥികളോട് കാരുണ്യം കാണിക്കണേ നാഥാ. അടച്ച തമ്പുരാനെ, ബർമയിലെ അഭയാർത്ഥികൾ, റോഹിംഗ്യ മുസ്ലിങ്ങളോട് നീ കാരുണ്യം കാണിക്കണേ തമ്പുരാനെ നാഥാ. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങൾ വേദനയും പ്രയാസവുമായി നീങ്ങുന്നുണ്ട് നാഥാ. അവരോട് നീ കാരുണ്യം കാണിക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ നീ ദൂരീകരണേ തമ്പുരാനെ. അവരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ നീ തകർക്കണേ തമ്പുരാനെ. അവരുടെ കൈകളെ ശക്തി നീ ഇല്ലാതാക്കി കളയണേ തമ്പുരാനെ. പാപങ്ങളോട് കാരുണ്യം കാണിക്കാനുള്ള ആളുകളുടെ മനസ്സ് നീ വർദ്ധിപ്പിക്കുകയും വളർത്തുകയും വലുതാക്കുകയും ആ സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണേ തമ്പുരാനെ. വ്യക്തിപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, അതുപോലെ തന്നെ സാമ്പത്തികമായ ദുരിതം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ആരോട് ചോദിക്കണമെന്നറിയില്ല, സഹായികളെ കാണുന്നില്ല. ഇങ്ങനെ നിലയില്ലാതെ ജീവിതത്തിന്റെ ഒരറ്റമായി മുട്ടിക്കാൻ കഴിയാതെ ബേജാറായി നടന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരെല്ലാവരും നീ കാണുന്നു, അറിയുന്നു. അവരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർക്ക് എത്ര സഹായം എങ്ങനെ വേണമെന്ന് നീയാണ് അറിയുന്നത്. അവർക്ക് ആവശ്യമായ സഹായം നൽകി അനുഗ്രഹിക്കണേ നാഥ. പഠിച്ചവരെ എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. നാഥ, ഈ ഖുർആനെ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ആഗോള മുസ്ലിം ശക്തിയും ചൈതന്യവും നൽകണേ തമ്പുരാനെ. അല്ലാഹു സത്യവിശ്വാസികളുടെ മേലെ മറ്റുള്ളവർക്ക് നീ ആധിപത്യവും കുതിര കയറാനുള്ള അവസരം നൽകല്ലേ തമ്പുരാനെ. അല്ലാഹു അവരെല്ലാം നിലക്ക് നിർത്തേണ്ട ഭാഗത്ത് നിർത്തണേ തമ്പുരാനെ. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ നിന്നോട് മഹാപ്രതീക്ഷയോട് ഞങ്ങൾ കൈവേർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഇതോടെ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. ഈ നോമ്പും അതുപോലെ തന്നെ നമസ്കാരവും അതുപോലെ തന്നെ മറ്റു ദിക്റുകളും ഖുർആനോദലും തസ്ബീഹും
ഞങ്ങളുടെ മറ്റു സദഖകളുമെല്ലാം നീ സ്വീകരിക്കണം തമ്പുരാനെ. കൂടുതൽ കൂടുതൽ ആളുകൾക്ക് സഹായിക്കാൻ, സദഖ കൊടുക്കാൻ, സകാത്ത് കൃത്യമായി കൊടുക്കാൻ, സദഖ കൊടുക്കാനുള്ള പ്രേരണയും കാശുമൊക്കെ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മറ്റുള്ളവരോട് ചോദിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരവസ്ഥ എപ്പോഴും ജീവിതത്തിൽ നിലനിർത്തി തരണേ തമ്പുരാനെ. അന്തസ്സും അഭിമാനവും നീ നിലനിർത്തണേ തമ്പുരാനെ. നീ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ നാഥ, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ. പ്രതാപം നിന്റെ അടുത്താണ്, അന്തസ്സ് നിന്റെ അടുത്താണ്, ആ വിജയത്തിൽ നിനക്കുള്ളത് മാത്രമാണ്. ആ പ്രതാപത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, പ്രതാപത്തോടെ ജീവിച്ച്, അന്തസ്സോടെ ജീവിച്ച്, ആഭിജാത്യത്തോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ ജീവിതം മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായ ഒരു ജീവിതമാക്കി മാറ്റാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇത് യഥാവിധി ഉൾക്കൊള്ളുകയും ഖുർആൻ അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, സമുദായത്തിന്റെ ഉള്ളിലുള്ള അന്തഛിദ്രതകൾ ലഘൂകരിക്കണേ തമ്പുരാനെ. ഒത്തൊരുമയോട് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. തങ്ങളിൽ കുത്തും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന പിശാചിന്റെ ദൗർബോധനങ്ങളെ നീ പ്രതിരോധിക്കണേ തമ്പുരാനെ. പ്രതിരോധിക്കാവുന്ന നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുറെ ആത്മാർത്ഥമായ മനസ്സുകൾ ഈ സമുദായത്തിലുണ്ട് എന്നതും സത്യമാണ്. അവരുടെ ദുആ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ചുകൊണ്ട് ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ എന്താണ് എന്നും ഇസ്ലാം എന്താണെന്നും അത് മനുഷ്യന് എത്രമാത്രം ഉപകാരപ്രദമാണെന്നും മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ ഒരവസരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. പടച്ചവനെ, പ്രാർത്ഥന സ്വീകരിച്ചു തരണേ തമ്പുരാനെ. എപ്പോഴും പ്രാർത്ഥന നിരതമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ റമളാന് ശേഷവും ഈ ചൈതന്യം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അടുത്തവരെ നാരകവും അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ ഇബാദത്തിൽ മുഴുകാനുള്ള ആരോഗ്യവും ശേഷിയും കഴിവും നൽകണേ തമ്പുരാനെ. ഞങ്ങളെന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ച എല്ലാ ആളുകളെയും നീ സഹായിക്കണേ നാഥ. പടച്ചവനെ, ഒരുപാട് തരത്തിൽ സദഖയും മറ്റും കൊടുത്ത് സംഘടനകളെയും അല്ലാത്തവരെയും ഒക്കെ സഹായിച്ച ഒരുപാട് ആളുണ്ട്. അവരുടെ സദഖക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇനി അവർ നൽകാനുള്ള സദഖക്കും ഉത്തമമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ആ സദഖ വാങ്ങിക്കൊണ്ട് പോയി ചികിത്സിക്കുന്നവർക്ക് നീ രോഗം ഭേദമാക്കി കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ആവശ്യങ്ങൾക്ക് അത് മതിയാക്കണേ തമ്പുരാനെ. എപ്പോഴും നിന്നോട് അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. السلام عليك يا شهر رمضان. السلام عليك يا شهر الرحمة والبركة. السلام عليك يا شهر القرآن. السلام عليك يا شهر الصوم. السلام عليك يا شهر السحور والإفطار. السلام عليك يا شهر التراويح. السلام عليك يا شهر المغفرة والعفو. السلام عليك يا شهر المدخل الجنة وعتق من النار. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا رب العالمين. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا ارحم الراحمين. اللهم اجعل هذا الشهر الشريف شاهدا لنا ولا شاهدا علينا يا ارحم الراحمين. ربنا تقبل منا دعانا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.